നടേശൻ സാർ, ഈ റസ്വിയെ പോലുള്ള വിവരദോഷികൾ, ദോഷിക ദൃക്കുകൾ, അവർ നേരിട്ട് പ്രയാഗരാജിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ കുംഭമേളയുടെ മഹത്വം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കൂ, അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ രാഹുൽ പങ്കെടുത്ത ചർച്ചയിൽ ആ ഇസ്ലാം മതപണ്ഡിതൻ പറഞ്ഞതുപോലെ കയ്യടി വാങ്ങാനുള്ള പ്രസ്താവനകൾ, അതിനപ്പുറത്തൊന്നുമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കളി പുറത്തിരുന്ന് കാണുമ്പോൾ എന്ത് വേണേലും വിളിച്ചു പറയാം. ഇത്ര വലിയ ഒരു സംഭവം നടത്തുമ്പോൾ അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ, ഇപ്പോ 7000 സംഘടനകളാണ് ഇതിന്റെ സംഘാടനത്തിലുള്ളത്. 7000 സംഘടനകൾ. അത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സംവിധാനങ്ങൾ കൂടാതെ ഇവരെല്ലാം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളിലും പെടുന്ന ആളുകളാണ്. അപ്പോ ഇവരൊന്നും അല്ല ഈ അഭിപ്രായം പറയുന്നത്. പിന്നെ നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ എനിക്കൊരു ചെറിയൊരു വിയോജിപ്പ് ഉള്ളത്, ഈ കേരളം ഇതിനെല്ലാം വേറിട്ട് നിൽക്കുന്നതെന്ന് ഒരു കാര്യം പറഞ്ഞു. കേരളം വേറിട്ട് നിൽക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. കാരണം ഈ വിളക്കിന് താഴെയിൽ എപ്പോഴും നിഴലുണ്ടാവും പറയാറില്ലേ എന്ന് പറഞ്ഞ രീതിയിൽ ഈ കുംഭമേള എന്ന് പറയുന്ന ഈ സംഭവം ഇത്ര മനോഹരമായിട്ട് നടക്കാൻ കാരണം ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ദശനാമി സമ്പ്രദായം. ആ ദശനാമി സമ്പ്രദായത്തിലുള്ള മഹാത്മാക്കളാണ് ഈ സനാതന ധർമ്മത്തിന്റെ ആത്മീയ മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളം ഇതിൽ പങ്കെടുക്കില്ല. ഞാൻ നേരത്തെ നമ്മുടെ ആനന്ദവനം ഒരു ഇതിൽ പറയുന്നത് കേട്ടിരുന്നു. കേരളം മാത്രമാണത്രേ ഔദ്യോഗികമായി ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല. കാരണം അങ്ങനെ ഒരു മനസ്സുണ്ടാവില്ല കേരളം. കാരണം ഇതാണ് കാരണം. കൂട്ടത്തിൽ പറയട്ടെ, ഇപ്പോ ശ്രീനാരായണ ഗുരുദേവനാണല്ലോ മദ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വാദിച്ചത്. ഏറ്റവും കൂടുതൽ മദ്യം ഒഴുക്കുന്നത് കേരളത്തിലാണ്, നമുക്കറിയാം. കഴിഞ്ഞ ഡിസംബർ ക്രിസ്തുമസ് ആഘോഷിച്ചത് 711 കോടി രൂപയുടെ മദ്യം കഴിച്ചിട്ടാണ്. ഓണം ആഘോഷിച്ചത് 800 കോടിയിലധികമാണ്. അപ്പോ എവിടെയാണോ നന്മ ഉപദേശിച്ചിട്ടുള്ളത്, ആ നന്മ ഉപദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് ആളുകൾ വിപരീത ചിന്തയുള്ളവരായി മാറും എന്നതൊരു പ്രകൃതിയുടെ നിയമമാണ്. അപ്പോ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരിക്കൽ പോയ ആളുകൾ, അത് കേരളത്തിൽ നിന്നാണ്, എവിടെ നിന്നാണെങ്കിലും പോയ ആളുകൾക്ക് ഈ അഭിപ്രായം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വഖഫിന്റെ കാര്യത്തിലാണെങ്കിലും അതെ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം വന്നതായി എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ അല്ല, അങ്ങനെയല്ല, ഇത് വഖഫിന്റെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു റീച്ച് ഉണ്ടാകാം, ഒരു ഫിഗറായി മാറാം എന്നതിനപ്പുറമായി ഇതിന്റെ പിന്നിൽ ഒരു സമൂഹ നന്മയോ അല്ലെങ്കിൽ ആ തരത്തിലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം ഈ കുംഭമേളയിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ സാധ്യമല്ല. പക്ഷെ കുംഭമേളയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിനെ കുറിച്ചാണല്ലോ എല്ലാവർക്കും സംശയമുള്ളത്. നാം കാണുന്ന കാഴ്ചകളിൽ എല്ലാത്തിലും ദൈവത്തിനെ കാണാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ, ഗുരുദേവന്റെ വാക്കിൽ പറഞ്ഞാൽ, കഴിക്കുന്ന ഭക്ഷണത്തിലും ഉടുക്കുന്ന വസ്ത്രത്തിലും കുടിക്കുന്ന വെള്ളത്തിലും നടക്കുന്ന വഴികളിലും ദൈവത്തിനെ കാണാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യം വേണ്ടത് ത്യാഗമാണ്. ആ ത്യാഗത്തിന്റെ സന്ദേശമാണ് ഈ തരത്തിലുള്ള കുംഭമേളയിലെല്ലാം മുഴങ്ങിക്കേൾക്കുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രകടിപ്പിക്കുന്നത് അതാണ്. അവിടുത്തെ കലാരൂപങ്ങൾ അങ്ങനെ തന്നെയാണ്. 40 സ്റ്റേജുകളാണ് അത്രേ പിന്നെ സാംസ്കാരിക വകുപ്പ്. നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് അല്ലാന്ന് കൂടി ആലോചിച്ചോളണം. അതായത് കഞ്ചാവും ചരസും ഒക്കെ ഉപയോഗിക്കുന്നത് ഇന്നത്തെ യുവാക്കളുടെ ഒരു സംസ്കാരമാണ് എന്ന് പറയുന്ന ഒരു ടീമല്ല അവിടെ ഉള്ളത്. അവിടെ 40 വേദികളിലെ ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളും അത് സംസ്കാരത്തിന്റെയും ആധ്യാത്മികതയുടെയും ഒക്കെ നന്മയെ വിളിച്ചോതുന്ന പിന്നെ സ്റ്റേജുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വന്നാൽ മതി. അപ്പൊ ഒന്നുകിൽ ആ കലാരൂപം കാണുക, അല്ലെങ്കിൽ ശാസ്ത്രാധ്യയനങ്ങൾ നടത്തുന്നതാവാം, അതല്ലെങ്കിൽ ഈ മഹാന്മാര് എങ്ങനെയാണ് 0 ഡിഗ്രിയിൽ ഇത്തരത്തിലുള്ള മഹാന്മാർ യാതൊരു തരത്തിലുള്ള വസ്ത്രവും ഇല്ലാതെ എങ്ങനെ അവര് കഴിഞ്ഞുകൂടുന്നു, അതിനുള്ള പവർ അവർക്ക് എവിടെ നിന്നുണ്ടാവും എന്ന് മനസ്സിലാക്കാൻ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുംഭമേളയുടെ സംഘാടനത്തെക്കുറിച്ച്, ഇതിന്റെ ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്
സൈബർ സെക്യൂരിറ്റി സംവിധാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകോത്തര സയന്റിസ്റ്റുമാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത്? പറഞ്ഞല്ലോ, 40 കോടി ജനങ്ങൾ വരുമ്പോ എങ്ങനെ അവരെ മാനേജ് ചെയ്യുന്നു? 1500 കിലോമീറ്ററോളം വരുന്നതായ റോഡുകളാണ് ഇതിനു വേണ്ടിയിട്ട്. 2 ലക്ഷത്തോളം ടെന്റുകളാണ് ഇതിനു വേണ്ടിയിട്ടുള്ളത്. 1.5 ലക്ഷത്തോളം എന്താ പറയുക ടോയ്ലറ്റുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ആ സംവിധാനങ്ങൾ കാണുമ്പോൾ, ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കാണുമ്പോൾ, വാസ്തവത്തിൽ നമ്മൾ ഈശ്വര വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഒരു മനുഷ്യ സാധ്യത ഒക്കെ ചെയ്യാം. മനുഷ്യന് അപ്പുറമായിട്ടുള്ള പലതുമാണ്. ഇതിൽ നിന്നാണ് നമുക്ക് പലതും പഠിക്കാനുള്ളത്. ഇതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ പലതും പഠിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വരുന്നത്. ആത്മീയത മാത്രമല്ല, ആധുനികതയും ഇവിടെയുണ്ട്, സമന്വയമുണ്ട്, സൗഹൃദമുണ്ട്. ഇങ്ങനെ പലതിൻ്റെയും മേളനമാണ് എന്നുള്ളത് കൊണ്ട് ഈ തരത്തിൽ വിമർശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് കുംഭമേള കഴിഞ്ഞു പോയാലും കുഴപ്പമില്ലെന്നാണ് എന്റെ അഭിപ്രായം. കുംഭമേളയിൽ തന്നെ പോകണമെന്നൊരു നിർബന്ധമില്ല. ഈശ്വര ഇത്രയും അതിനുശേഷം അവിടെ പോയി അവിടുത്തെ ഇത്തരത്തിലുള്ള ആളുകളുടെ വ്യവഹാരം കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് മാറും. എന്റെ ധാരാളം സുഹൃത്തുക്കളുണ്ട്, എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കൾ. അവര് പല ആളുകളും കടുത്ത ഈ നിരീശ്വരവാദികളായിരുന്നു. പക്ഷെ ഈ എന്താ ശബരിമല ഇഷ്യൂ വന്നതിനോടുകൂടി ശേഷം അവരെല്ലാം ഈശ്വരവിശ്വാസികളായി മാറി. കാരണം അവരിപ്പോഴും പറയുന്നത് നടേശൻ മാഷെ പോലുള്ള ഈശ്വരവിശ്വാസികളല്ല ഞങ്ങളുള്ളത്. പക്ഷേ ഈ രാജ്യത്ത് ചില സമാധാനം നിലനിൽക്കണം, ഈ രാജ്യത്ത് ചില സിസ്റ്റം ഉണ്ട്, അത് അതുപോലെ നിലനിൽക്കേണ്ടത് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് ആവശ്യമാണ്. ആ തരത്തിലുള്ള ഒരു ദൈവികതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്ന ധാരാളം പേരുണ്ട്. എന്റെ ചില സുഹൃത്തുക്കളുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ വലിയ അയ്യപ്പ പൂജ ആണ് നടന്നത്. ഇവരില് 80% പേരും ഒരിക്കൽ നിരീശ്വരവാദം പറഞ്ഞു നടന്നുകൊണ്ട ആളുകളാണ്. അപ്പോ ഈ തരത്തിലുള്ള വിമർശനങ്ങൾ നല്ലതാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെ വരുമ്പോഴല്ലേ അവർക്ക് ശരി എന്താണെങ്കിലും ഇത് അറിയണം എന്നൊരു തോന്നലുണ്ടാവുന്നത്. അപ്പൊ ആ നിലയിൽ കുംഭമേള കാണാൻ, കുംഭമേള അനുഭവിക്കാൻ, കുംഭമേള അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഒരിക്കൽ കൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നടേശൻ സാർ, ഒരു കാര്യം കൂടി, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനോട് മുഖം തിരിക്കുന്നതിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയാണ് നന്നായിരിക്കും. അല്ല, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ നമുക്കറിയാം, കേരളത്തിന്റെ സ്വൈര്യത കെടുത്തിയത് ഇവിടുത്തെ യാതൊരു മറവില്ലാതെ പറയാം. ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്തതിന്റെ പിന്നിൽ ഇവിടുത്തെ പുരോഗമനെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങളാണ് അതിന് കാരണക്കാര്. വാസ്തവത്തിൽ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാർ എത്രയോ ഭേദമാണ്. ഈ രാഷ്ട്രീയക്കാര് എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നം വരുമ്പോൾ ജനങ്ങളുടെ അടുത്തെത്തുന്നുണ്ട്. പക്ഷെ ഇവരതല്ല, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. ഇപ്പൊ എനിക്കറിയാവുന്ന ധാരാളം രാഷ്ട്രീയക്കാരുണ്ട്. വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് അവർ വിവരം അറിഞ്ഞ് ഉടൻ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. പക്ഷെ അവിടെ ചെന്നിട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ. അത് സംസ്ഥാന യുവജനോത്സവമാണെങ്കിലും അതെ, ദുരന്തമുണ്ടാകുമ്പോഴും അതെ, എല്ലാ കാര്യത്തിലും ഇവര് എന്താണ് ഈ അഴുക്ക് കൂനയിൽ ഇരിക്കുന്ന മണിയനീച്ച, അങ്ങനെയാണ് ഇവരെ നരേന്ദ്രമോദി രോഗവാഹകമാരായിട്ടുള്ള അണുക്കളെ പേറിക്കൊണ്ട് മറ്റു സ്ഥലത്തേക്ക് ഈ രോഗത്തെ പരത്തുന്നതായ ഒരു സ്വഭാവം നമ്മുടെ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ, നേരത്തെ രാഹുൽജി പറഞ്ഞതുപോലെ എല്ലാ മാധ്യമങ്ങളും അല്ല, നല്ല നല്ല മാധ്യമങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഈ വേദിയിൽ വരില്ലല്ലോ. അപ്പോ ആ തരത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ നന്മ വിചാരിക്കാൻ തുടങ്ങുന്ന ദിവസം കേരളം നന്മയിലേക്ക് പോകും. ഈ രാഷ്ട്രീയക്കാരെ പറഞ്ഞു പിരികേറ്റുന്നത് ഇവരാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും കുറച്ച് എത്തിക്സ് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിലും, കുംഭമേളയുടെ കാര്യത്തിലും ആണെങ്കിലും അതെ, അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിലെ ഒരുമയുടെ സന്ദേശം പരത്തിയ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ഇന്ന് യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നു. ലോകം മുഴുവനും ആ മഹാത്മാവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആദരവോടുകൂടി എഴുന്നേറ്റ് നിന്നാണ് അവര് സ്വീകരിക്കുന്നത്. അതെല്ലാം ബോധപൂർവം, വളരെ കൃത്യമായി പറയട്ടെ, വളരെ കൃത്യമായി ഇതിനെ മറച്ചു വെക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഒന്നോർക്കുക, കാലം വളരെ ദൂരത്തല്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഓരോരുത്തരും
നിങ്ങൾ ചെയ്യുന്നതില് തെറ്റുണ്ട്, രാജ്യദ്രോഹമുണ്ട്, ജനവിരുദ്ധമായതാണ് എന്നത് ഒന്ന് ഓരോ കുഞ്ഞും പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സ്വഭാവമാണ് അവർ ഈ കുംഭമേളയുടെ കാര്യത്തിലും നടത്തിയിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മുടെ സഹോദരന്മാർ തന്നെയാണല്ലോ ഇവര്, ഇവരുടെയും മനസ്സ് നാളെ മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്നെങ്കിലും നിങ്ങൾ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, എന്നെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ജനതയെക്കുറിച്ച് ചിന്തിച്ചാൽ, എന്നെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ഉറപ്പ് നിങ്ങളുടെ ഇന്നത്തെ സ്വഭാവം മാറ്റി വെക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ കുംഭമേള മാത്രമല്ല, ക്രിസ്മസും നബിദിനവും എല്ലാം ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവും. അതൊന്നും ആഘോഷിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ അവര് ഇപ്രാവശ്യം. ഇന്നലെ പാണക്കാട് തങ്ങളാ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങളെ കേൾക്കൂല എന്തൊക്കെ പറഞ്ഞാലും. അല്ല, പക്ഷെ നമ്മളോട് പറഞ്ഞ ആചാര്യന്മാരുണ്ട്, അതായത് നബി മുത്തുരത്നമോ പരമേശ പവിത്രപുത്രനോ എന്ന് നമ്മളെ പാടി നമ്മളെ ഓർമ്മപ്പെടുത്തിയ ശ്രീനാരായണ ഗുരുദേവൻ, വൈകുണ്ഠ സ്വാമികൾ, ഇങ്ങനെയുള്ള എത്രയെത്ര മഹാന്മാരാണ്. അവരെ എല്ലാവരും തന്നെ അനുകമ്പയുടെ മൂർത്തികളാണത്രേ. അനുകമ്പയ മൂർത്തിയാണ്. ഈ അനുകമ്പാശാലി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാർഗനിർദ്ദേശം ആയിട്ട് വരേണ്ടതുണ്ട്.